എല്ലാവർക്കും നമസ്കാരം. ഈ കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസങ്ങളിൽ ഈ മധ്യസ്ഥൽക്കാരമൊക്കെ കൊഴുത്ത് നടക്കുമ്പം കേരളത്തിലെ ഒരു പ്രബല മുന്നണിയുടെ ഒരു നേതാവ് നേരെ എതിർചേരിയിൽപ്പെട്ട ഒരു പാർട്ടി സൽക്കാരം നടക്കുന്നിടത്ത് എന്നിട്ട് പറഞ്ഞു, എനിക്കൊരു കുപ്പി ബ്രാൻഡി വേണം. എനിക്ക് ചെന്ന ആളിനെ അറിയാം, കൊടുത്ത ആളിനെ അറിയാം, മധ്യസ്ഥൽക്കാരം നടന്ന സ്ഥലമൊക്കെ അറിയാം. അതുകൊണ്ട് അത്ര കൃത്യമായിട്ട് പറയുന്നത്. രണ്ടുപേരും ജനത്തിൻ്റെ ദൃഷ്ടിയിൽ എപ്പോഴും പരസ്പരം കടിച്ചു കീറുന്ന രണ്ട് പാർട്ടിക്കാരാണ്. ഒന്ന് LDF-കാരനോ ഒന്ന് UDF-കാരനോ. ഇതിലൊരു മുന്നണിയിൽപ്പെട്ടയാൾ മറുമുന്നണിയുടെ മധ്യസൽക്കാരം നടക്കുന്ന ഒരു സദസ്സിനകത്ത് കയറി ചെന്നിട്ട് പറഞ്ഞു, എനിക്കൊരു കുപ്പി ബ്രാൻഡി വേണം. അപ്പോൾ അതിനകത്തുനിന്ന് ഏറ്റവും വില കുറഞ്ഞ കരിയോല് പോലത്തെ ഒരു കുപ്പി ബ്രാൻഡി എടുത്ത് കൊടുത്തു. അപ്പോൾ സത്യത്തിൽ ഞാനിത് കണ്ടപ്പോൾ ഞാൻ ചിന്തിച്ചു, ഇവർ തമ്മിൽ സത്യത്തിൽ യാതൊരു പിണക്കവും കെറുവും ഇല്ലെന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഇതിനകത്ത് ആരാ എതിരി ഇവർ തമ്മിലല്ല, ഇവിടുത്തെ വോട്ടർമാരോടാണ്. ഇവർ തമ്മിൽ ഈ ഇലക്ഷൻ നടക്കുന്ന ആ ഒരു 3 മാസം, ഒരു മാസക്കാലം, ഒരു സമയം, ഇലക്ഷൻ്റെ വരുന്ന ഒരു സമയത്ത് വേണ്ടി വന്നാൽ ചിലപ്പോൾ ഒരു 3 മാസം കാണുമായിരിക്കും. ആ സമയ കാലഘട്ടത്തിൽ ഇലക്ഷൻ വരുന്നു എന്ന് ചിന്തിക്കുന്ന സമയം, ഇലക്ഷൻ പ്രഖ്യാപിക്കുന്ന സമയം, അതിനുശേഷം വരുന്ന ആ ഒരു കാലഘട്ടത്തിൽ ഇവർ തമ്മിലുള്ള ഒരു ഫൈറ്റ് പോലെ കാണിക്കുന്നതല്ലാതെ ഇവർ തമ്മിൽ യാതൊരു പ്രശ്നവും ഇല്ലെന്നുള്ളതാണ് നമുക്കിതിനകത്ത് മനസ്സിലാക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരുവിധ പൗരബോധവും ഉള്ളവർ ഇപ്പം ഇങ്ങനെയുള്ള പ്രസ്ഥാനങ്ങളിൽ ഇല്ലെന്നുള്ളതാണ് സത്യം. ഈ പൗരബോധം ഇല്ലാത്തവന്മാർ തലപ്പത്തോട്ട് വന്നു കഴിയുമ്പം ഈ പൗരബോധമില്ലാത്ത അണികൾ വോട്ട് ചെയ്യും. അവർക്കത് അതാണിപ്പോൾ സത്യത്തിൽ കേരളത്തിൽ നടക്കുന്നത്. നമ്മൾ നോക്കുമ്പം രാഷ്ട്രീയ നേതാക്കന്മാർക്കും രാഷ്ട്രീയ അണികൾക്കും അടിസ്ഥാനപരമായി ഒരു പൗരബോധം ഉണ്ടായിരിക്കണം. ഈ പൗരബോധമുള്ള വ്യക്തികൾ അതിൽ തന്നെ നേതൃത്വത്തിലോട്ട് വളർന്നു വരുന്നവരുടെ ചില ഗുണങ്ങളും ചില ഉദാഹരണങ്ങളും പറഞ്ഞിട്ട് മുന്നോട്ട് പോകാം. ഒന്നാമത്തെ കാര്യമാണ് ലീഡർഷിപ്പ് ക്വാളിറ്റി, നേതൃത്വ പാഠവം. ഈ മലയാളിക്കുള്ളത് ലീഡർഷിപ്പ് ക്വാളിറ്റി അല്ല, മലയാളിക്കുള്ളത് ലേബർഷിപ്പ് ക്വാളിറ്റിയാണ്. കാരണം എന്നാന്ന് ചോദിച്ചാൽ, നമ്മുടെ പുതിയ പിള്ളേരെ എല്ലാം പഠിപ്പിക്കുന്നത് എങ്ങനെ പഠിച്ച് ഒരു ജോലിക്കാരനാകാമെന്നാണ് പഠിപ്പിക്കുന്നത്. അല്ലാതെ എങ്ങനെ പഠിച്ച് ഒരു സ്ഥാപനം നടത്താവുന്നോ, എങ്ങനെ ഒരു സ്ഥാപനത്തിൻ്റെ തലപ്പത്തിരുത്താവുന്നോ ഒന്നുമല്ല പഠിപ്പിക്കുന്നത്. അതിന് ഉദാഹരണം എന്നാന്ന് ചോദിച്ചാൽ, നമ്മുടെ കുഞ്ഞുങ്ങളിലെല്ലാം ഭയങ്കരമായ സ്റ്റേജ് ഭയമായിപ്പം. ഈ പുതിയ പിള്ളേരോട് ആരോടെന്ന് ചോദിച്ചേ, ഇപ്പോൾ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന പിള്ളേരോട്, ഒരു 30 വയസ്സ് താഴെ പിള്ളേരോട് ചോദിച്ചാൽ, ഒരു പൊതുജനത്തിൻ്റെ മുമ്പിൽ ഒരു സ്റ്റേജിൽ കയറി നിൽക്കാനോ വർത്തമാനം പറയാനോ 4 വാക്ക് പറയാനോ പ്രസംഗിക്കാനോ ഒന്നും അവർക്കറിയത്തില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇവരിലുള്ളതൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി അല്ല, ഇവരിലുള്ളത് ഒരു ലേബർഷിപ്പ് ക്വാളിറ്റിയാണ്. എന്ന് പറഞ്ഞാൽ ഒരു തൊഴിലാളി മനോഭാവമാണ്. അതിനു വേണ്ടിയിട്ടാണ് പഠിപ്പിക്കുന്നത്. ഇപ്പം ഡോക്ടറെ ആണേലും അല്ലെങ്കിൽ എഞ്ചിനീയറെ ആണെങ്കിലും കമ്പ്യൂട്ടർ എഞ്ചിനീയറെ ആണെങ്കിലും എന്ത് സംവിധാനം പഠിപ്പിച്ചാലും ആരുടെയായാലും കൂടെ ജോലി ചെയ്യുക എന്നൊരു രീതിയിലാണ്. അത് ലേബർഷിപ്പ് ക്വാളിറ്റിയാണ്. എന്നാൽ നല്ലൊരു നേതാവിന് വേണ്ടത് ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ കാര്യങ്ങൾ നല്ല തീരുമാനങ്ങൾ എടുത്ത് സമയത്ത് നടപ്പാക്കാനുള്ള കഴിവ്. അത് തീരുമാനങ്ങൾ എടുക്കാനും പറ്റണം, അത് സമയത്ത് നടപ്പാക്കാനും പറ്റണം. ആ ഒരു കാര്യത്തിൽ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ കേരളത്തിലുണ്ടായിരുന്ന നേതാക്കന്മാരിൽ ഒരു പ്രധാന ലീഡർ എന്ന് പറയാവുന്ന മനുഷ്യൻ K. കരുണാകരനാണ്. ഞാൻ ഈ ദിവസങ്ങളിൽ അദ്ദേഹത്തിൻ്റെതായ കേരളത്തിനുള്ള സംഭാവനകൾ എടുത്തു നോക്കുമ്പോൾ നമ്മുടെ നെടുമ്പാശ്ശേരി വിമാനത്താവളം, എയർപോർട്ട് കരുണാകരൻ്റെ കാലത്ത് വന്നതാണ്. ഇന്ന് കേരളത്തിൽ ഏറ്റവും വരുമാനമുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനവും കേരളത്തിലെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നതുമായ ഒരു സ്ഥലമാണ്. നോക്കിക്കേ, ആ ലീഡർഷിപ്പ് ക്വാളിറ്റി അല്ലെങ്കിൽ തീരുമാനങ്ങൾ എടുത്ത് നടപ്പാക്കാനുള്ള കഴിവ് അന്നത് നടപ്പാക്കി. ഇനി രണ്ടാമത്തെ കാര്യം ടെക്നോ പാർക്ക്. നമ്മുടെ കേരളത്തിൽ ഒരുമാതിരിപ്പെട്ട കുട്ടികൾക്ക്, IT പിള്ളേർക്കൊക്കെ ജോലിയുള്ള ഒരു സ്ഥാപനം എന്ന് പറഞ്ഞാൽ ടെക്നോ പാർക്കാണ്. അന്നത്തെ കാലത്ത് അത് നടപ്പാക്കിയത് ഈ കരുണാകരൻ്റെ കാലത്താണ്. പിന്നെ ജവഹർലാൽ നെഹ്റു ഇൻഡോർ സ്റ്റേഡിയം, ഗോശ്രീ പാലങ്ങൾ, രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോടെക്നോളജി, ഇനിയിപ്പോൾ കൂടുതൽ പറഞ്ഞ കെൽട്രോൺ പോലും ഈ കരുണാകരൻ്റെ കാലത്ത് വന്നതാണ്. പിന്നെ ഗുരുവായൂർ റെയിൽവേ ലൈൻ, ഇങ്ങനെയുള്ള അനേക പദ്ധതികൾ നല്ല തീരുമാനങ്ങൾ എടുത്ത് നടപ്പാക്കാനുള്ള കഴിവ്.
യഥാർത്ഥത്തിൽ ഇതൊക്കെയാണ് രാജ്യത്തിന് അല്ലെ ഒരു സംസ്ഥാനത്തിന് പുരോഗതി ഉണ്ടാക്കുന്നത്. കിറ്റ് കൊടുത്തതുകൊണ്ടോ പെൻഷൻ കൊടുത്തതുകൊണ്ടോ റേഷൻ കൊടുത്തതുകൊണ്ടോ ഒന്നും യാതൊരു വികസനം ഉണ്ടാകാൻ പോകുന്നില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരോഗതി ഉണ്ടായാൽ ജനം തന്നെ ഇതിൻ്റെ കാര്യങ്ങൾ നോക്കിക്കോളും. ജനത്തിന് വരുമാനം ഉണ്ടെങ്കിൽ അവർ പെൻഷൻ്റെ പുറകെ ഒന്നും നടക്കുകയില്ല. ജനത്തിന് വരുമാനം ഉണ്ടെങ്കിൽ അവർക്ക് മറ്റ് സാഹചര്യമുണ്ട്, അവർ തൊഴിലുറപ്പിനൊന്നും പോവുകയില്ല. ജനത്തിന് വരുമാനം ഉണ്ടെങ്കിൽ അവർ കിറ്റ് തണ്ടി നടക്കുകയില്ല. അപ്പം ജനത്തിന് വരുമാനമുണ്ടെങ്കിൽ അഭിമാനബോധമുള്ള ഒരു മലയാളിയും ഈ തണ്ടലിന് വേണ്ടി നടക്കുകയില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ വികസനം എന്ന് പറയുന്നത് നല്ല തീരുമാനങ്ങൾ എടുത്ത് നടപ്പാക്കണം. ഇതുപോലുള്ള ഉദാഹരണങ്ങളും ഇപ്പോഴത്തെ നേതാക്കന്മാരെ ഒന്ന് നോക്കിയേ. ഈ കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ത്രിതല പഞ്ചായത്തിൻ്റെ തെരഞ്ഞെടുപ്പെല്ലാം കഴിഞ്ഞ് EP ജയരാജനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ തോറ്റത്? ഉടനെ അദ്ദേഹം അതിന് പറഞ്ഞ മറുപടി എന്താണെന്നറിയാവോ? അത് UDF കിട്ടിയ വോട്ട് ഞങ്ങൾക്ക് ജനം ചെയ്തില്ല, അതുകൊണ്ട് ഞങ്ങൾ തോറ്റു. എന്തൊരു മണ്ടം മറുപടിയാണ്. UDF കിട്ടിയ വോട്ട് അത്രയും വോട്ട് ജനം LDF ചെയ്യാത്തത് കൊണ്ട് LDF തോറ്റെന്നുള്ള വിവരം എല്ലാ മനുഷ്യർക്കും അറിയാവുന്ന കാര്യമാണ്. സത്യത്തിൽ ചോദിച്ചത് എന്താ? അരി എത്രയായെന്ന് ചോദിച്ചു, പയർ അഞ്ഞാഴിയെന്ന് പുള്ളി പറയുകയും ചെയ്തു. അതായത് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഇവന്മാർ ജന്മന പൊട്ടന്മാരാണോ അതോ ഇവന്മാർ പൊട്ടന്മാരായിട്ട് അഭിനയിക്കുന്നതാണോ? ആ ചോദിച്ച ചോദ്യം എന്താണെന്ന് പോലും മനസ്സിലാകുകയില്ലാത്തവന്മാർ തലപ്പത്തിരുന്ന് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ പൗരബോധമുള്ള ഒരു ജനം ഉണ്ടാകും? എങ്ങനെ പൗരബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജനം വോട്ട് ചെയ്യും? ഞാനത് ചിന്തിച്ചു, ഭയങ്കര വിഷമം തോന്നി അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ. ഭരണ തലപ്പത്തിരിക്കുന്ന ആളുകൾക്ക് പോലും ഇത്രയും വെളിവും വെള്ളിയാഴ്ച ഉള്ളൂ. ഇനി അടുത്തത്, അഭിപ്രായ സമന്വയം നടത്താനുള്ളൊരു കഴിവ്. ഒരു കാര്യം എല്ലാവരുമായിട്ടൊക്കെ ചേർന്ന് ചിന്തിച്ച് കാര്യങ്ങൾ നടപ്പി വരുത്താൻ, നല്ലൊരു സമന്വയത്തിലെത്തിക്കാൻ. പിന്നെ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരുന്നവർ. പിന്നെ പൊതുജനത്തിന് വേണ്ടി വിഭവ സമാഹരണം നടത്താൻ കഴിവുള്ളവർ. അതിനകത്ത് നമുക്ക് 2-3 കാര്യങ്ങൾ പറയാനുള്ളത്. ഒന്ന്, ഈ വിദേശയാത്രകളൊക്കെ നടത്തുന്നത് എന്തിനാ? വിദേശത്തുള്ള വൻ വ്യവസായികളെ, നമ്മുടെ മലയാളികൾ പോയിട്ട് ചെയ്യുന്നവരെ അല്ലെങ്കിൽ അവിടെ ഉള്ള വ്യവസായികളെയൊക്കെ വിവിധങ്ങളായ സാഹചര്യങ്ങൾ ഓഫർ ചെയ്ത് അവരെ ആകർഷിച്ച് ഇവിടെ കൊണ്ടുവന്ന് അവർക്ക് നല്ല സൗകര്യവും സാഹചര്യവും കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ അവരുടേതായ പ്രസ്ഥാനങ്ങൾ തുടങ്ങുമ്പം അതിൻ്റെതായ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി വരുമ്പം അത് വിറ്റ് കിട്ടുമ്പോൾ അതിനകത്തുനിന്നുള്ള GSTയും അതുപോലെ അതിനകത്ത് നമ്മുടെ ആളുകൾക്കുള്ള ജോലിയും അതിനകത്ത് ഏതൊരു പ്രസ്ഥാനം വരുമ്പോഴും അതിൻ്റെ ചുറ്റുവട്ടത്ത് ഒത്തിരി വികസനങ്ങളുണ്ടാകും. അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു സംഭവം നടന്നാൽ തൊട്ടടുത്ത് തന്നെ 2 ഹോട്ടൽ വന്നു, അല്ലെങ്കിൽ ഒരു സ്റ്റേഷനറി കട വന്നു, അല്ലെങ്കിൽ ഒരു കൂൾ ബാർ വന്നു. അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട അനുബന്ധ സംവിധാനങ്ങളെല്ലാം വരുമ്പോൾ ധാരാളം തൊഴിലവസരങ്ങൾ വരും. ഇങ്ങനെ തൊഴിലവസരങ്ങളൊക്കെ വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായി നമ്മുടെ വരുമാനവും വർദ്ധിക്കും, നമ്മുടെ GDPയും വർദ്ധിക്കും. അപ്പോൾ ഇങ്ങനെ വിദേശത്തൊക്കെ പോയിട്ട് പൊതുജനത്തിന് വേണ്ടി വിഭവ സമാഹരണം നടത്താൻ കഴിവുള്ള നേതാക്കന്മാർ. നമ്മുടെ നേതാക്കന്മാരെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മുടെ നേതാക്കന്മാർ ഈ അടുത്ത കാലത്ത് ഈ 10 കൊല്ലം കൊണ്ട് പോയത് കൊണ്ട് ട്രഷറി ചോർന്നെന്നല്ലാതെ എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഇപ്പോൾ ഇലക്ഷൻ ആകുമ്പോഴത്തേനും പുതിയ തള്ളുകളുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇത്ര ലക്ഷം കോടി അവിടെ ഇവിടെ സമാഹരിച്ചിട്ടുണ്ട്, 4 ലക്ഷം 5 ലക്ഷം പേർക്കുള്ള പണി ഉണ്ടാകും. ഇതെല്ലാം വെറും തള്ളു മാത്രമാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇവിടെ കാണണം. പ്രധാനമായിട്ട് പറയാൻ, തമിഴ്നാട്ടിലേക്ക് പോയാലും കർണാടകത്തിലേക്ക് പോയാലും ആന്ധ്രയിലേക്ക് പോയാലും മറ്റ് സ്റ്റേറ്റുകളിലേക്കൊക്കെ പോയാലും പല സ്റ്റേറ്റുകളിലും വമ്പൻ പ്രസ്ഥാനങ്ങൾ പുതുത് വന്നുകൊണ്ടിരിക്കുക. ഈ ഇലക്ട്രിക് കാറുകളൊക്കെ ഉണ്ടാക്കുന്ന ധാരാളം കമ്പനികൾ വരുന്നതെല്ലാം തമിഴ്നാട്ടിലോട്ടാണ് പോകുന്നത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ കേരളത്തിലോട്ട് ഇങ്ങോട്ട് വശീകരിച്ച് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രശ്നങ്ങൾ അതിഭീകരമാണെന്ന് പൊതുവെ ലോകം മുഴുവൻ ഒരു പേരുണ്ട്. അതിനപ്പുറത്ത് കാണിച്ചു കൊടുക്കാൻ ഒന്നും ഇല്ല താനും. അപ്പോൾ ഇവിടുത്തെ നേതാക്കന്മാർ ഈ വിദേശയാത്ര നടത്തുന്ന അവരുടെ കാര്യം നടത്താനാണ്, ജനത്തിൻ്റെ കാര്യം നടത്താനല്ല. അത് അവരുടെ പ്രത്യയശാസ്ത്രത്തിനും എതിരാണ്. ഇപ്പം നമ്മൾ നോക്കുമ്പോൾ കഴിഞ്ഞ 10 വർഷം കൊണ്ട് ജനത്തിൻ്റെ ജീവിത നിലവാരവും GDPയും എല്ലാം താഴോട്ട് വരിക. എന്നാൽ പൊതുജനത്തിൻ്റെ കടം മാത്രം മുകളിലോട്ട് കയറുന്നുണ്ട്. സർക്കാർ ഉണ്ടാക്കി വെക്കുന്ന വ്യക്തിപരമായ കടവും മുകളിലോട്ട് കയറുന്നുണ്ട്. എന്നാൽ ജനത്തിൻ്റെ ജീവിത നിലവാരവും സാഹചര്യവും എല്ലാം താഴോട്ട് കുറയുന്നുമുണ്ട്. ഒരു 3ാം മുന്നണി വേണോ എന്ന് ജനത്തിനോട് ചോദിച്ചാൽ എല്ലാവരും പറയും അത് വേണമെന്ന്. എന്നാൽ 3ാം മുന്നണി പ്രതീക്ഷിച്ച പ്രയോജനം BJPയുടെ ഭാഗത്തുനിന്ന് ഇല്ലതാനും വേറൊരുത്തം വരാനുമില്ല. അപ്പോൾ നമ്മൾ ആവറേജ് എല്ലാം കൂടെ നോക്കി കഴിയുമ്പം ഇതിൻ്റെ ഏറ്റവും ലാസ്റ്റ് മനസ്സിലാകുന്ന ഒരൊറ്റ കാര്യം ഇത്രേ ഉള്ളൂ. മൂല്യങ്ങളില്ലാത്ത അല്ലെങ്കിൽ പൗരബോധമില്ലാത്ത കുറേ നേതാക്കന്മാരും പൗരബോധമില്ലാത്ത കുറേ ജനങ്ങളും അവരെല്ലാം കൂടെ ചേർന്ന് ഒപ്പിച്ചു വെക്കുന്ന ഒരു വല്ലാത്ത അവസ്ഥയിലോട്ട് സംസ്ഥാനം മാറി എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.